വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്കു ശേഷം OTT റിലീസിന് ശേഷം നിരവധി വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ പാസം, ക്രിഞ്ച്, ജ്ഞാപകം, അപ്പു തുടങ്ങി നിരവധി കാര്യങ്ങളിലാണ് ചിത്രത്തിനെതിരെ ട്രോളുകളും വിമർശനങ്ങളും ഉയർന്നു വരുന്നത്. കൂടാതെ ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ മേക്കപ്പിനെ കുറിച്ചും നിരവധി ട്രോളുകൾ ഉണ്ടായിരുന്നു. നേരത്തെ ധ്യാൻ ശ്രീനിവാസൻ തന്നെ ചിത്രത്തിലെ പല കാര്യങ്ങളും തനിക്ക് ക്രിഞ്ചായി തോന്നിയെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ വിനീത് ശ്രീനിവാസൻ ഇനി തന്നെ ഒരു സിനിമയിലേക്ക് വിളിക്കുമോ എന്നുള്ളത് സംശയമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. സിനിമ തിയേറ്ററിൽ ഉള്ള സമയത്ത് നമ്മൾ അതിനൊപ്പം നിൽക്കണമെന്നും കുറച്ചു കഴിഞ്ഞാൽ സത്യം പോലെ പറയണമെന്നും ധ്യാൻ പറയുന്നു. ഇനി ഒരു സിനിമയിലേക്ക് ഏട്ടൻ എന്നെ വിളിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അറിയാമല്ലോ, നമ്മൾ ഇതിനെതിരെ പറഞ്ഞ കാര്യം. ആളുകൾ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞതാണ്. എന്നാൽ സിനിമ തിയേറ്ററിനുള്ളിൽ ഉള്ള സമയത്ത് നമ്മൾ അതിനൊപ്പം നിൽക്കണം. കുറച്ചു കഴിഞ്ഞാൽ സത്യം പോലെ പറയണം. അതിനുശേഷം പുള്ളി എന്നെ വിളിച്ചിട്ടില്ല. സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പിന്നീട് നാട്ടുകാർ പറയുമ്പോൾ നമ്മൾ അതിനൊപ്പം നിൽക്കുക. എനിക്ക് തോന്നിയത് തന്നെയാണ് പലരും പറഞ്ഞത്. പക്ഷേ ഒരു 50% പേർക്ക് അത് ഇഷ്ടമായിട്ടുമുണ്ട്. ജ്ഞാപകം പാട്ട് എനിക്കും ഇഷ്ടപ്പെട്ടു. എന്നാൽ സിനിമയിൽ ലൂപ്പിൽ ഇടയ്ക്കിടെ ഇടുമ്പോൾ ഇഷ്ടമാകാത്ത പലരുമുണ്ട്. OTT എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പ്രൊഡക്റ്റിനെ കീറി മുറിക്കുന്ന ഒരിടമായി മാറിയിട്ടുണ്ട്. ഇതിനു മുൻപും തിയേറ്ററിൽ വലിയ വിജയം നേടിയ ചിത്രങ്ങൾ OTTയിൽ വർക്കാവാതെ പോയിട്ടുണ്ട്. എനിക്കും അത്തരത്തിൽ ഇഷ്ടപ്പെടാതെ പോയ ചിത്രങ്ങളുണ്ട്. നമുക്കിഷ്ടപ്പെടുന്നത് വേറെ ആളുകൾക്ക് ഇഷ്ടമാകണമെന്നില്ല. അതൊക്കെ ഒരാളുടെ ടേസ്റ്റിനെ ആശ്രയിച്ചിരിക്കും. എനിക്ക് ആ സിനിമയെക്കുറിച്ച് തോന്നിയത് ഞാൻ പറഞ്ഞു. OTT റിലീസിന് ശേഷമാണ് സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ട്രോളും മീമും വരാൻ തുടങ്ങിയത്. അതേസമയം ഇവിടുത്തെ മെയിൻ സ്ട്രീം റിവ്യൂവേഴ്സ് തിയേറ്റർ റിലീസിന് ശേഷം നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. മാത്രമല്ല ഏട്ടൻ ഏറ്റവും കളക്ട് ചെയ്ത സിനിമയാണിത്. അതേസമയം ഏട്ടൻ്റെ സിനിമകളിലെ ക്രിഞ്ചും ക്ലീഷയും ആളുകൾ എടുത്തു പറയാൻ തുടങ്ങി. അതിനെ നമ്മൾ പോസിറ്റീവായി കാണണം. ഷൂട്ട് ചെയ്യുമ്പോൾ ഇതേ വിമർശനങ്ങളൊക്കെ എനിക്കും തോന്നിയിരുന്നു. എന്നുവെച്ച് ആ സിനിമ എനിക്കിഷ്ടമായില്ല എന്നല്ല. മോശം സിനിമയായിട്ടും ഗംഭീര സിനിമയായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്. ജൂൺ 7 സോണി ലിവിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. 70കളിൽ സിനിമാ മോഹവുമായി ചെന്നൈയിലെത്തുന്ന യുവാക്കളുടെ കഥയാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ഹൃദയത്തിനു ശേഷം വിനീത്, പ്രണവ്, കല്യാണി കോംബോ ഒന്നിക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ചിത്രത്തെ പ്രേക്ഷകർ നോക്കിക്കണ്ടത്. തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ മാത്രമാണ് ചിത്രത്തിന് ലഭിച്ചത്. നിവിൻ പോളി, കല്യാണി പ്രിയദർശൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, നീരജ് മാധവ്, YG മഹേന്ദ്ര, ഷാൻ റഹ്മാൻ, നീതപ്പിള്ള തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. മെറിലാൻഡ് സിനിമാസിൻ്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യം നിർമ്മിക്കുന്ന ചിത്രത്തിനു വേണ്ടി ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാംനാഥ് സംഗീത സംവിധാനം ഒരുക്കുന്നു.